Hi guys, it's me SDK. It's me Adar From Amazon Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? മക്കളെ നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കാൻ പോണ് വളരെ പെട്ടെന്ന്. അതായത് നമ്മളെ നാളത്തെ മോഡൽ എക്സാമിനുള്ള മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റ് ബി അല്ലേ, ഒരു അടിപൊളി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങളും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞുതരാൻ പറ്റും. അടിപൊളിയായിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്തോ നോക്കിക്കോ. ഞങ്ങൾ എന്ത് ചെയ്യാം, ഉഷാറാക്കിയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും. നോക്കിക്കോട്ടെ, വളരെ ചുരുക്കം ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ആൻസർ പെട്ടെന്ന് പറയില്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ പോകും. അത് നമ്മൾ ഈ ഒരു കണ്ടന്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ. ഒന്നെന്താ, given below are the group of certain persons and works of Renaissance period. അല്ലേ, ഐഡന്റിഫൈ the groups with respect to the similar field. അല്ലേ, ഒരേ മേഖലയിൽ ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുക, കണ്ടെത്തി തിരിച്ചറിയാൻ പറയും. എന്നത്തെ കാലഘട്ടത്തിലെ കുറിച്ച്, നവോത്ഥാന കാലഘട്ടത്തിലെ കുറച്ച് ആൾക്കാർ പോലെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറെ പേരുകളുണ്ട്. അതിൽ ഒരേ ഫീൽഡിലുള്ളത് ഏതാണ് ഇതിൽ പറഞ്ഞത് ശരി, അതേപോലെ ചെയ്യാം. കോപ്പർനിക്കസ്, മാർട്ടിൻ ലൂതർ, ഐസക് ന്യൂട്ടൺ. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം എന്താ, കോപ്പർനിക്കസും ഐസക് ന്യൂട്ടണും ആസ്ട്രോണമി ജ്യോതിശാസ്ത്രമാണ്. പക്ഷെ മാർട്ടിൻ ലൂതർ എന്തല്ല, അല്ല, അയാൾ റിഫോം മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പൊ അത് തെറ്റി. ലിയോനാർഡോ ഡാവിഞ്ചി, റാഫേൽ, അതുവരെ ഓക്കെ. പക്ഷെ പെട്രാർക്ക് എന്താണ് അറിയോ, റൈറ്റർ ആണ്. ലിയോനാർഡോ ഡാവിഞ്ചി, റാഫേലും ചിത്രകാരന്മാരാണ്, പെയിന്റേഴ്സ് ആണ്. അപ്പൊ അതവിടെയും പോയി. ഉട്ടോപ്പിയ, ഡോൺ കി ഹോട്ട്, അതേപോലെ തന്നെ ഡിവൈൻ കോമഡി, അത് കറക്റ്റാ, കിട്ടിപ്പോയി. എഴുത്തുകാരാണ്, റൈറ്റേഴ്സ് ആണ്, കിട്ടിയോ, കറക്റ്റാ. പക്ഷെ മൊണാലിസ, ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അത് രണ്ടും ഓക്കെയാണ്. മൊണാലിസ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്താണ്, ഓക്കെയാണ്. ബട്ട് ഗട്ടാമലാട്ട സെറ്റ് അല്ല. കാരണം മൊണാലിസ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ചിത്രകാരിയിൽ പെട്ടതാണ്. അതായത് മൊണാലിസ അന്ത്യവിധി. ഗത്താമലാത്ത സ്കൾപ്ചർ ആണ്, അതായത് വസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെ, വസ്തുവിദ്യ അല്ല, ശില്പകലയുമായി ബന്ധപ്പെട്ട. അപ്പൊ അവിടെ എന്ത് ചെയ്യണം നോക്കണം. അപ്പൊ ഉത്തരം ഏതാ കറക്റ്റ് പറഞ്ഞോളി മക്കളെ, സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളി. അല്ലെ, എന്താ ഉള്ളത്? The table given below contain different climate region and indigenous people living their masstem suitably. മക്കളെ ഉറപ്പായും പഠിച്ചു വെച്ചോ. നമ്മുടെ മൂന്നാം ചാപ്റ്ററിലൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ് ഈ മൂന്നാം ചാപ്റ്ററിലും. അതുപോലെ തന്നെ രണ്ടാം ചാപ്റ്ററിലും ഇതിനെ പറ്റി മെൻഷൻസ് ഉണ്ട്. രണ്ടാം ചാപ്റ്ററിൽ കൂടുതലായി മെൻഷൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കുക, ഓരോ സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട്, അവിടെ ജീവിക്കുന്ന ആളുകളെയും കൊടുത്തിട്ടുണ്ട്. അല്ലെ, സാവന്ന ക്ലൈമറ്റ് കൊടുത്തിട്ടുണ്ട്, ഇക്വറ്റോറിയ കൊടുത്തിട്ടുണ്ട്, ടണ്ട്ര കൊടുത്തിട്ടുണ്ട്. സാവന്ന, ഭൂമധ്യരേഖ, ടണ്ട്ര, ഉഷ്ണമരുഭൂമി. ഇവിടെ കാര്യം കൊടുത്തിട്ടുണ്ട്. ലാബ്സ്, മസായി, ബുഷ്മൻ, പിഗ്മീസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഉത്തരം കിട്ടിയോ, ബാക്കി ഫുള്ള് കിട്ടും. ക്ലൈമാറ്റിക് റീജിയൻ എവിടെയാണ് കൃത്യമായിട്ട് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് കൊടുത്തത്. ഇത് തെറ്റിപ്പോകും കേട്ടോ. ഫോളോയിങ് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്താ വരിക, സി ആണ് വരിക കേട്ടോ. സി ആണ് വരിക, A2 ആണ് വരിക. സാവന്ന എന്ന് പറഞ്ഞ മസായി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മസായി ഗോത്ര വിഭാഗക്കാർ, മസായി ട്രൈബൽ വിഭാഗം. ഇനി അതുപോലെ തന്നെ ഭൂമധ്യരേഖ നമ്മൾ മൂന്നാം ചാപ്റ്ററിൽ കൃത്യമായി പഠിക്കുന്നുണ്ട്. പിഗ്മിനെ കുറിച്ച്, പിഗ്മി ആണ് അവിടെ ഉള്ളത്. ഇനി ടണ്ട്രനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്, ലാബ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഉഷ്ണമേഖലയിൽ നമ്മളെ ബുഷ്മനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. വേറെ സാധനം പറയട്ടെ, പക്ഷേ ഇതിൽ എ കിട്ടിയ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം A1, 2, 3, 4 എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. എല്ലാം സെപ്പറേറ്റ് അല്ലേ. ഒന്ന് കിട്ടിയാൽ ഒറ്റ ഒന്ന് കിട്ടിയാൽ ബാക്കി കിട്ടും. അതിന്റെ കൂടുതലൊന്നും അതിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കി, ഫൈൻഡ് എക്സാമ്പിളോ ഞാൻ വായിച്ചേരാം കേട്ടോ. ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് ഇക്കണോമിക് ഗുഡ്സ് ഫ്രോം ദ ഫോളോവിങ്. താഴെ പറയുന്നതിൽ സാമ്പത്തികപരമായിട്ടുള്ള എന്താ പറയുക സാധനങ്ങൾ, വസ്തുക്കൾ ഏതൊക്കെയാണ്? സൺലൈറ്റോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, സൺലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, എയർ കൊടുത്തിട്ടുണ്ട്, വെഹിക്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് സൂര്യപ്രകാശം, വസ്ത്രങ്ങൾ, വായു, വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഡൗട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആയിപ്പോണ്ട. AB കൊടുത്തിട്ടുണ്ട്, BD കൊടുത്തിട്ടുണ്ട്, DA കൊടുത്തിട്ടുണ്ട്, AC കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൺലൈറ്റും എയറും നമുക്കറിയാം, അതല്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ്. ഇനി പൈസ കൊടുത്താൽ കിട്ടും ആലോചിച്ചാൽ മതി, അപ്പൊ കിട്ടും. പൈസ കൊടുത്താൽ സൂര്യപ്രകാശത്തിൽ പൈസ കൊടുക്കണോ, വേണ്ട. അപ്പൊ ഏതാ നമ്മുടെ അടുത്ത എന്താ സാറേ, സിമ്പിൾ ആയിട്ട് സാറെന്ന് പറഞ്ഞു കൊടുത്താണ് ഈ മൺസൂണിനെ കുറിച്ച്. Precipitation experienced in the form of the water drops in rain. Different types of rain received in the different regions are given below. Match them appropriately. അല്ലെ, അതായത് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, മഴയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. മഴയുടെ രണ്ട് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്, കുറെ മഴയുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഏതാണ്? പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് മഴ പെയ്യുന്നത്. അപ്പൊ പല രീതിയിൽ കാലാവസ്ഥ പ്രത്യേകത, പല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് കൊടുത്തിട്ടുള്ളത്. കേരള ആദ്യം കൊടുത്ത മൺസൂൺ റെയിൻ റിസീവ്ഡ് ഇൻ കേരള. അല്ലെ, കേരളത്തിൽ ലഭിക്കുന്ന മൺസൂൺ മഴ ഇതിലേതാ? കൺവെൻഷൻ ആണോ, ഓറോഗ്രാഫിക് ആണോ, ഫോണ്ടൽ ആണോ, സൈക്ലോണിക് റെയിൻ ആണോ, സംഭവന, പർവ്വതം, പാദമുഖം, ചക്രവാതം? ഏതാ? പർവ്വതാണ്. നമുക്ക് പശ്ചിമഘട്ടം അപ്പൊ ഓറോഗ്രാഫിക് റെയിൻ. ഇനി എന്താ? 4 o'clock റെയിൻ.
1 ബി. ആ ഇനി അപ്പൊ 4 കിട്ടി. o'clock അപ്പൊ കിട്ടി. 4 മണി ഇനി വേറെ നോക്കാം. 4 മണി മഴ. ഇനി വേറെ നോക്കണ്ട. എല്ലാം റെഡി അല്ലേ? 1 ബി 2. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ 4 മണി മഴ ഏതാണ്? സംഭവനമാ കൺവെൻഷൻ റെയിൻഫാൾ. അതെ, സമയം കളയേണ്ട ആവശ്യമില്ല അല്ലേ? ആവശ്യമില്ല. അടുത്ത് നോക്കി സാറേ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ. ശരിയായ ജോഡി എടുക്കുക. പേടി സാർ SDK സാർ ജോഡിയാണ്. അതേപോലെ ഒരു ജോഡികൾ ഉണ്ടാവും. വി ആർ നോട്ട് ഗെയ്സ്. ഓക്കെ. VP മേനോൻ, അതേപോലെ തന്നെ ജസ്റ്റിസ് ഫസൽ അലി, JC കുമാരപ്പ, അതേപോലെ തന്നെ എന്താണ് ചൗവല്ലായി. സിമ്പിൾ ആണ്. ചൗവല്ലായി ബന്ധപ്പെട്ടത് ഏതാ? പഞ്ചശീലം. ചൈനക്കാരനാണ്. പഞ്ചശീല തത്വത്തിൽ പെട്ടതാണ് ചൗവല്ലായി. അപ്പൊ കിട്ടി 4 B ആണെന്ന് കിട്ടി അല്ലേ? ഇങ്ങോട്ട് നോക്കി VP മേനോൻ നാട്ടുരാജ്യങ്ങളെ പിടിച്ച് കൂട്ടിലാക്കാൻ വേണ്ടിട്ട് നിന്നതാണ്. അപ്പൊ 1 C ആണ് കിട്ടി. 1 C തുടങ്ങിയത് അപ്പൊ 2 ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും കൺഫേം ആക്കണം. ജസ്റ്റിസ് ഫസൽ അലി സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ 1 C, അതേപോലെ തന്നെ 2 D അല്ലേ? അപ്പൊ നോക്കി 1 C 2 D ഏതാ ഉള്ളത്? ആക്കണ് B. അപ്പൊ ബാക്കി പിന്നെ ഒക്കെ ഒരേപോലെ കുറച്ച് പ്രശ്നമായിരുന്നു. രണ്ടും നോക്കേണ്ടിയിരുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടും. ഇനി അടുത്ത് നോക്കിയാണ്ടോ 1 C 2 D 3 A 4 B 2 D 1 C കണ്ടോ? അതേപോലെ തന്നെ എന്തായിട്ടുള്ളത് കൊടുത്തുള്ളത് 3 A. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ടുള്ള വളരെ വേഗത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ. That not include for calculating human development index ല്ലേ? അതായത് മാനവ വികസന സൂചി തയ്യാറാക്കാൻ ഉൾപ്പെടാത്തത് ഇവിടെ കൊടുത്ത എന്താ? ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, ദീർഘകാലം ആരോഗ്യപരമായ ജീവിതം, ഡിഫൻസ് കൊടുത്തിട്ടുണ്ട്, മെച്ചപ്പെട്ട ജീവിത നിലവാരം കൊടുത്തിട്ടുണ്ട്, പ്രതിരോധം കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്. ഏതാ ഇതിൽ വരിക? അതായത് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉൾപ്പെടാത്ത കേട്ടോ. മക്കളെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. കിട്ടിയോ? മാനവ വികസന സൂചിക തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കുന്ന മേഖലകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്തേ കൺഫ്യൂഷൻ ആവും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഓപ്ഷൻ തന്നെ നോക്കി ഏതൊക്കെയുണ്ട്? ദീർഘവും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ഉണ്ട്, പ്രതിരോധം ഉണ്ട്, മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ട്, അറിവുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കി ഓപ്ഷൻ വന്നിട്ടുള്ള ആൻസർ ഏതാ? കറക്റ്റ് C ആണ്, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നാണ്. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയട്ടെ സാറേ, ഇത് ഒരു റോങ് ക്വസ്റ്റ്യൻ ആണ് എന്റെ കാഴ്ചപ്പാടില്. അല്ലെങ്കിൽ എന്ത് വരണം? ഓപ്ഷൻ B ആൻസർ ആയിട്ട് വരണം അല്ലേ? പ്രതിരോധം അല്ലേ? അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കേണ്ട ഏതാണ് സാറേ? നിങ്ങൾ പറഞ്ഞാണ് പ്രതിരോധമാണ്, ഡിഫൻസ് ആണ് കൊടുക്കേണ്ടത്. അതെ, ആര് ഡിഫൻസിന്റെ ആവശ്യമില്ല, ഒരു മനുഷ്യനെ അടിപൊളിയായിട്ട് ജീവിക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാകെ നോക്കുന്ന ദീർഘാരോഗ്യ ജീവിതം, മെച്ചപ്പെട്ട ജീവിതം, നോളജ്, അറിവുണ്ടെങ്കിലല്ലേ നല്ല ജോലി കിട്ടുള്ളൂ. അതുണ്ടാവണം. അപ്പൊ നമ്മൾ ചിലതൊക്കെ നമ്മളെ പൊട്ടനാക്കുന്ന ക്വസ്റ്റ്യൻസ് പൊട്ടന്മാരാവരുത്. അടുത്ത ക്വസ്റ്റ്യൻ സാറേ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ. ഇത് നേരത്തെ ചോദിച്ചു. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ സാവന്ന ക്ലൈമറ്റ് റീജിയൻ. സാവന്ന കാലാവസ്ഥ ബന്ധപ്പെട്ട് നൽകിയ ശരിയായ തെരഞ്ഞെടുക്കുക. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്ന കുറെ കൊടുത്തിട്ടുണ്ട്. ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ബിറ്റ്വീൻ അല്ലെ, എന്താ പറയാ, അർദ്ധഗോളം 10 മുതൽ 30 വരെ അക്ഷാംശം കാണപ്പെടുന്നു. വരണ്ട വേനൽക്കാലം, അർദ്ധ ശൈത്യകാലം, ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിന്റർ. ഡെസിഡസ് ട്രീസ് അല്ലെ, ഡെസിഡസ് ട്രീസ് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ മെയിൻലി കൾട്ടിവേറ്റഡ് ഇത് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാ? B ആണ് കേട്ടോ വരിക. Aയും Cയും ആണ് കറക്റ്റ്, ബാക്കിയെല്ലാം തെറ്റാണ്. Aയും Cയും കറക്റ്റ്. അതായത് ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ബിറ്റ്വീൻ 10 ഡിഗ്രി ആൻഡ് 30 മലയാളം ഇംഗ്ലീഷ് എല്ലാം 10 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. Yes, next question please. എന്താ? which one of the following organization initiated the movement for the right to information? വിവരാവകാശ നിയമം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സമരം ആരംഭിച്ച ആ പ്രസ്ഥാനത്ത് പറഞ്ഞ പേരെന്താ അല്ലെ? ഒരു ഹിന്ദിയിൽ ഒരു കർഷകൻ എന്നുള്ള പേരിലുണ്ട്, കണ്ടാ കൊടുത്തോളി. വിവരം വെച്ചത് കർഷകന്മാർക്ക്. കർഷകൻ ഹിന്ദിയിൽ എന്താ സാറേ പറയാ? കർഷകൻ ഹിന്ദിയിലാണോ? കിസാൻ. അപ്പോൾ സാർ എവിടെയെങ്കിലും കിസാൻ നോക്കി വെച്ചാൽ മതി. ഉണ്ടോ? അപ്പൊ ഭാരതീയ കിസാൻ ഉണ്ട്, മസ്ദൂർ കിസാൻ ഉണ്ട്. അപ്പൊ എന്താ കാട്ടുക? ശക്തിയുള്ള കിസാൻമാരാണ് സമരം നടത്തിയെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതില് ശക്തിയുള്ള കിസാൻമാരാരാ നോക്കി? നോക്കി മസ്ദൂർ കിസാൻ ഉണ്ടോ? സമരം നടത്തിയ ശക്തിയുള്ള ആൾക്കാരാവണം. കിട്ടിയോ? അപ്പൊ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൽ എന്ത് ചെയ്താൽ മതി? അവിടെ കൊടുത്താൽ മതി. ആൻസർ D ആണ് അല്ലേ? യെസ്. നോക്കി അനുവിനെ കുറിച്ചാ പറയണത് കേട്ടോ. നോക്കി എന്താ? അനു ഈസ് അൺഏബിൾ ടു ഗെറ്റ് എ ബെറ്റർ ജോബ്. ഓക്കെ, നല്ല ജോലി കിട്ടണില്ല എന്നാ പറഞ്ഞേ. ഓക്കെ, എന്തോ പ്രശ്നമുണ്ട്. എന്താണ്? ഡെസ്പൈറ്റ് ഹാവിംഗ് ഹയർ, ഉന്നത വിദ്യാഭ്യാസം ഉണ്ട്, ഡിഗ്രി PGയും MTechഉം MPhil ഒക്കെ കഴിഞ്ഞിരിക്കണം, പക്ഷെ ഓക്കെ ജോലി ഇല്ല. ഇവാലുവേറ്റ് അനുസ് പ്രോബ്ലം ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അനുവിന്റെ പ്രശ്നത്തെ കോമൺ സെൻസ് വെച്ച് പറയരുത്. നമ്മളെ കോമൺ സെൻസ് വെച്ച് പറയുമ്പോൾ പലതും പറയും. ഓള് പൊട്ടത്തിയായത് കൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ബുദ്ധി ഇല്ലാത്തവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, അങ്ങനെ പറയരുത്. നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കാതെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ, സാമാന്യ ബോധജ്ഞാന സമീപത്തിലൂടെയും അനുവിന്റെ ഈ പ്രശ്നം വിലയിരുത്തുക. ഉണ്ടോ? രണ്ടിലും വിലയിരുത്തണം. കോമൺ സെൻസിലും വിലയിരുത്തണം, സോഷ്യോളജിക്കലും വെച്ചിക്കണം. പക്ഷെ കറക്റ്റ് ഏതൊക്കെ വരിക? സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലേ വരുള്ളൂ. കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസർ എന്ത് ചെയ്യാൻ കിട്ടൂല. അപ്പൊ അത് രണ്ടും അങ്ങോട്ട്
അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയാൻ പറ്റുക. ഇപ്പൊ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ പറയാൻ പറ്റുന്നത് അനുവിന്റെ എന്താണ് ആ സ്കില്ലില്ലാത്ത അവസ്ഥയാണ്, ലാക്ക് ഓഫ് സ്കില്ല്. അനുവിന് കഴിവില്ല, ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ പറയാൻ പറ്റുവാണെങ്കിൽ. കിട്ടിയോ? അങ്ങനെ കോമൺ സെൻസ് വെച്ചിട്ട് അനു എന്ന് പറഞ്ഞാൽ ലൈഫേ ഒരു തോൽവിയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. പക്ഷേ അത് കോമൺ സെൻസാ. പക്ഷെ നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അവിടെ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. എന്ത്? അവിടെ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ലോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കുറഞ്ഞ തൊഴിലവസരങ്ങളുള്ളൂ. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്, ഇഷ്ടം പോലെ തൊഴിലാളികൾ ഉണ്ട്. അപ്പൊ പിന്നെ എല്ലാവർക്കും ജോലി കിട്ടോ? 100ക്ക് 100 മാർക്ക് കിട്ടിയ 10 ആൾക്കാരുണ്ട്, 2 ആൾക്കാർ എടുക്കുള്ളൂ. അത് നമ്മളെ പോയിപ്പ അല്ല. അത് അവസ്ഥ അതെന്താണ് അല്ലേ? അടുത്ത നോക്കിയും ഡിഫൈൻ ഫ്യൂവൽസ്, ഇന്ധനം. ഒരു ഊർജ്ജം എന്നിട്ടോ സാറേ അടുത്ത ദിവസം നോക്കിയും റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് റിന്യൂവബിൾ ഫ്യൂവൽ. ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ധനത്തിന് ഒരു ഉദാഹരണം, ഒറ്റ ഉദാഹരണം കൊടുത്താൽ മതി. സൺലൈറ്റ് ഒക്കെ, സോളാർ. ഇപ്പൊ പോയാ ഇനിയും കിട്ടും. അതൊക്കെ ഒരു എന്താ ഡീസലും പെട്രോളും കിട്ടൂലല്ലോ. ഇല്ല, കിട്ടൂല, തീർന്നു. അതാ വ്യത്യാസം. ഒക്കെയാണല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ലിസ്റ്റ് എനി 2 ഇൻവെൻഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ദാറ്റ് ഹെൽപ്ഡ് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെ സഹായിച്ചിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് പറയാൻ പറ്റും ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രം. അതൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. നമുക്ക് ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വേണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോമ്പസ്, ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പറയാൻ പറ്റും. കാർട്ടോഗ്രഫി, അതായത് മാപ്പ് നിർമ്മാണം. യെസ്, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. നമ്മളവിടെ ഭൂമിശാസ്ത്ര സഹായിച്ച ഘട്ടങ്ങൾ നമ്മളവിടെ വിശദീകരിച്ച് പറഞ്ഞതാണ് സാറേ. അപ്പൊ കൂടുതലും നമ്മൾ കുട്ടികൾക്ക് നെയിം ദ ട്രീറ്റി വിച്ച് സ്റ്റേറ്റഡ് ദാറ്റ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ ഷുഡ് മെയിൻറ്റെയിൻ ദെയർ സ്റ്റാറ്റസ് കോ. വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ദിസ് ട്രീറ്റി? അതായത് നാട്ടുരാജ്യങ്ങളിൽ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന കരാർ ഏത്? 8ാമത്തെ ചാപ്റ്ററിൽ 7ാമത്തെ ചാപ്റ്ററിൽ നാട്ടുരാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, സംയോജനത്തെ, പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ഇന്റഗ്രേഷനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ 8ാമത്തെ ചാപ്റ്റർ നമ്മൾ 3 ട്രീറ്റി പറഞ്ഞു. അത് നമ്മൾ ഫസ്റ്റ് ട്രീറ്റിയിൽ പറയുന്നുണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റ് ഷുഡ് മെയിൻറ്റെയിൻ ദെയർ സ്റ്റാറ്റസ് കോ അല്ലെ, നാട്ടുരാജ്യങ്ങൾ നിർബന്ധമായിട്ട് അവരുടെ നിലവിലുള്ള അവസ്ഥ തുടരണം എന്ന് പറയുന്നുണ്ട്. ആ ട്രീറ്റി ഏതാണെന്നാ പറയുന്നത്? കിട്ടിയോ? ആ ട്രീറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റിൽ സ്റ്റാൻഡ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിൽ, തൽസ്ഥിതി കരാർ. നിലവിലുള്ള അവസ്ഥ പോവാ, നിലനിൽക്കുന്നതിന്റെ സ്റ്റാൻഡ് നിലനിന്ന് പോവാ, സ്റ്റിൽ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്, തൽസ്ഥിതി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മക്കൾക്ക് എഴുതാൻ പറ്റും അല്ലേ സാറേ? ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വിഭവ സംരക്ഷണത്തിന്റെ പങ്ക് പരിശോധിക്കുക അല്ലെ. എക്സാമിൻ ദ റോൾ ഓഫ് ദ കൺസർവേഷൻ ഓഫ് റിസോഴ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ ഭാവിയിലുള്ള ആളുകൾക്ക് കൂടി ഇന്നത്തെ കാലത്തുള്ള ആവശ്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുകയും വേണം, പക്ഷേ ഭാവിയിലുള്ള തലമുറയെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കുകയും വേണം. അവർക്കൂടെ സാധനങ്ങളുടെ വെക്കണം. റോഡും പാലൊക്കെ മരം വായിലും പാടുന്നു ഇല്ലാതാക്കരുത്. അതാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൺസേർവ് ചെയ്യണം അല്ലെ? കൺസേർവ് ചെയ്യണം. അപ്പൊ കൺസർവേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റൂ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റൂ. ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ആയിട്ട് എഴുതിക്കൊണ്ടു. അടുത്ത് നോക്കിക്കോളി. എന്താ ഉണ്ടോ? എലുക്കിഡേറ്റ് എന്താ വെക്കാ? യെസ്, അങ്ങനെ തന്നെ വെച്ചാ. ഹൗ ദ പോളിസീസ് ഓഫ് സ്വരാജ് പാർട്ടി ഡിഫറെന്റ് ഫ്രം ഗാന്ധിയൻ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ അല്ലെ? സ്വരാജ് പാർട്ടിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അത് ചെയ്താ CR ദാസ്, മോത്തിലാൽ നെഹ്റു ഉണ്ടാക്കി. ഗാന്ധി എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് മൂവ്മെന്റ് ആണ് നടത്തിയത്. പക്ഷെ ഇവൽ എന്ത് ചെയ്തു? കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നിയമസഭകളിൽ എത്തി. അപ്പൊ ഗാന്ധി ബഹിഷ്കരണ സമരമാണ്. ഇവലോ മത്സരിച്ചുകൊണ്ട് നിയമസഭകളൊക്കെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അല്ലെ. ദ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് റോക്സ് ഇസ് കോൾഡ് വെതറിംഗ്. ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാണ്. അതെ, അത് അവരുടെ അവിടെ ഉത്തരം തന്നെ അവർ പറഞ്ഞു. മാഷന്മാരെന്ത് പറയുക? ശിഥിലീകരണം എന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങളെ പോലെയുള്ള ആൾക്കാര്. അപ്പൊ കുട്ടികൾ അറിയും ജോഗ്രഫി. വാട്ട് ഈസ് മീൻസ് ശിഥിലീകരണം? അത് ഇവിടെ പറഞ്ഞ ശിലകളുടെ ശിഥിലീകരണമാണ് അപക്ഷയം. അവര് തന്നെ ഉത്തരം കൊടുത്തു. ഇവ എങ്ങനെയാണ് മനുഷ്യന് പ്രയോജനമായി മാറുന്നത്? നമ്മളെ മണ്ണുണ്ടാവുന്നില്ലേ? ഞാൻ ശിഥിലീകരണം പറഞ്ഞാൽ എന്താ എനിക്ക് കറക്റ്റ് കിട്ടിയ ധാരാളം ക്ലാസ് അറിയാം. നിങ്ങളെ യൂട്യൂബ് ക്ലാസ് കേട്ടപ്പോഴാ നിങ്ങൾ ശിഥിലീകരണം പറഞ്ഞ മക്കളെ പൊടിഞ്ഞു പോവാന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതാണ് കറക്റ്റ്. അപ്പൊ വെരി വെരി കറക്റ്റ് അല്ലേ? ശിലകളുടെ ശിഥിലീകരണമാണ് അപക്ഷയം. ഇവ എങ്ങനെയാണ് മനുഷ്യന് പ്രയോജനം മാറുന്നത്? ഈ ശിഥിലീകരണം നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ കിട്ടുന്നത്, നമുക്ക് കറുത്ത മണ്ണ് കിട്ടുന്നത്, ബ്ലാക്ക് സോയിൽ കിട്ടുന്നത്. ഇതൊക്കെ ശിഥിലീകരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതേപോലെ വിശദീകരിച്ച് എഴുതാൻ പറ്റും. അങ്ങനെ കുറെ ധാതുക്കള് വേർതിരിച്ച് കിട്ടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കുറെ നമ്മൾ പഠിക്കുന്നുണ്ട്.
ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 60 to 23 അല്ലേ ഇൻടു 3 or more. അത് കറക്റ്റ് ചിന്തിക്കണം, ശ്രദ്ധിക്കണം. 3 or 4 വരികളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ക്യാരി 3 മാർക്ക്. കണ്ടോ 3 മാർക്കിന് 3 വരി മതി. പക്ഷെ 3 പോയിന്റ് ആവണം. വെറുതെ അന്തമുട്ടുള്ള 3 പോയിന്റ് കൊടുത്തിട്ട് അതിന് 3 മാർക്ക് എന്നുള്ളത് എഴുതിയിട്ട് കാര്യമില്ല. യെസ്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. സാറേ, അതായത് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിശദമാക്കുക എന്ന് പറഞ്ഞത്. എന്നിട്ടോ സജസ്റ്റ് ദ വേ ടു ഇംപ്ലിമെന്റ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ അല്ലേ. അതായത് സ്കൂളുകളിൽ ഉപഭോക്തൃ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കാൻ കൈക്കൊള്ളുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കൊടുക്കാം. അത് ഞാൻ ആദ്യം പറഞ്ഞു. അതിന് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, ഈ സാധനം വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയണ്ടേ ഇത് എങ്ങനെ സാധനം വാങ്ങാം. ഇനിയിപ്പോ അയാൾ പൈസ എന്ത് ചെയ്തു, അയാൾ കൂട്ടി പറഞ്ഞു, നമുക്ക് പറയണം ഇത് എവിടെയാ നോക്കുക അല്ലെ. അതിന്റെ GST എന്നുള്ള സാധനം ഉണ്ട്, അത് നോക്കണം. എക്സ്പയറി ഡേറ്റ് നോക്കണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറിയണം. പിന്നെ അഥവാ നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകണം, അതായത് നമ്മളെ പരിഹാരത്തിനായിട്ട് എവിടെ പോകണം അല്ലെ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. നമുക്ക് ചൂസ് ചെയ്യാൻ അല്ലെ, നമുക്ക് തെരഞ്ഞെടുക്കാൻ, നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ, നമുക്ക് പരിഹാരം, എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയ പരിഹാരം തേടാൻ, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ നമ്മൾ. ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ, സ്കൂളുകളുമാണെങ്കിൽ പാഠപുസ്തകങ്ങൾ ഇതിനെ കുറിച്ച് പഠനം കൊടുത്തൂടെ, അതെ, ബോധവൽക്കരണം കൊടുത്തൂടെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും നാടകങ്ങളോ അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളി. എന്താ ടോട്ടലിറ്റേറിയനിസം ദാറ്റ് എമർജ്ഡ് ഇൻ ദ 20th century വാസ് എ ചലഞ്ച് ടു ഹ്യൂമൻ വാല്യൂസ് സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. 20ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട സമഗ്രാധിപത്യം മനുഷ്യമൂലങ്ങൾ ഇല്ലാതാക്കി എന്നാ പറയുന്നത്. മനുഷ്യനൊരു വില കൊടുത്തില്ല. അപ്പൊ ടോട്ടലിറ്റേറിയനിസത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഡെമോക്രസിയെ എഴുതി തള്ളി പറഞ്ഞു എന്നാണ്, ജനാധിപത്യം ഇല്ലാതാക്കി. അതേപോലെ തന്നെ നമ്മളെ ഡെസ്പോട്ടിസം, സ്വേച്ഛാധിപത്യത്തിനെ പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ യുദ്ധത്തിനെ ഗ്ലോറിഫിക്കേഷൻ ചെയ്തു. യുദ്ധം നല്ലതാണെന്നാണ് പറഞ്ഞത്. ഫാഷിസം, നാസിസം ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ സമഗ്രാധിപത്യത്തിന്റെ സവിശേഷതകൾ ജസ്റ്റ് ഒന്നൊരു 3 എഴുതി കൊടുത്ത സാധനത്തിന്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കിട്ടും. കിട്ടിയോ? യെസ് യെസ്. ക്ലൈമറ്റ്, നാച്ചുറൽ വെയിറ്റേഴ്സ്, അഗ്രികൾച്ചർ. അതായത് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഭൂമസ്ഥിര കാലാവസ്ഥേനെ, ടണ്ട്ര മേഖലയുടെ കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ എഴുതണം, നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് എഴുതണം, കൃഷിയെ കുറിച്ച് എഴുതണം. ഓക്കെ, ഒന്നുമില്ല. കാലാവസ്ഥ എങ്ങനെയാണെന്ന് എഴുതുക. ഭൂമധ്യരേഖ എങ്ങനെയാണ്, വർഷം മുഴുവൻ ഉയർന്ന മഴയും അതുപോലെ തന്നെ ഉയർന്ന സൺലൈറ്റും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ്. അവിടെ കൺവെൻഷൻ റെയിൻഫാൾ കിട്ടുന്നുണ്ട്, അത് നമുക്ക് എഴുതാം. സസ്യജാലങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, നിത്യഹരിത വനങ്ങളാണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, എഴുതാം. കൃഷി എന്ന് പറയുമ്പോൾ എന്താ, വെട്ടിച്ചുട്ട് കൃഷിയാണ്, അല്ലെങ്കിൽ മാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്, അതൊക്കെ എഴുതാം. ഇങ്ങനെ എഴുതി വെക്കാം. ഇനി ടണ്ട്ര മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. അടുത്ത ഹെഡിങ് എഴുതുക, ടണ്ട്ര എഴുതുക. കാലാവസ്ഥ എങ്ങനെയാ, വളരെ തണുത്ത റീജിയൻ ആണ്, അവിടെ മഞ്ഞുറഞ്ഞു കിടക്കുകയാണ്, അവിടെ സ്നോഫാൾ മാത്രമേ കാണാൻ പറ്റൂ. നൈസർഗിക സസ്യജാലങ്ങൾ വളരെ കുറവാണ്, ബുഷസും പായലുകളും മാത്രമൊക്കെ അവിടെ ഉള്ളൂ. ചെറിയ സാധനങ്ങൾ, കൃഷി കുറവാണ്, ഇല്ല എന്ന് പറയാം. ചെറിയ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ചെറിയ സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ കൃഷി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പോയിന്റ് ആക്കി എഴുതി വെക്കാം. യെസ്, ഗുഡ്. സിമ്പിൾ ആയിട്ട് മക്കളെ ചിന്തിക്കേണ്ടത് അല്ലേ. നിങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചോണ്ട് നമ്മൾ പെട്ടെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്, ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ എൻറിച്ചിങ് ഇന്ത്യൻ കൾച്ചർ അല്ലേ. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുക, ഉഷാറാക്കുന്നതിൽ ഗോത്ര സമൂഹത്തിന്റെ കലാസംസ്കാരം എന്നിവ വഹിക്കുന്ന പങ്ക്. ഇപ്പൊ ട്രൈബൽ കമ്മ്യൂണിറ്റി, ഗോത്ര സമൂഹം, അവരുടെ കലയെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ച് എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. അല്ലെ, പളിയ നൃത്തം, മംഗലം കളി, മലപ്പുലയാട്ടം, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതേപോലെ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. സിമ്പിളായിട്ട് 9ാമത്തെ ചാപ്റ്റർ നമ്മൾ ഗോത്ര സമൂഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ആട്ടത്തും ചട്ടത്തൊക്കെ കുറിച്ച് വാർലി പെയിന്റിംഗ് ഒക്കെ പറയുന്നുണ്ട്. വാർലി പെയിന്റിംഗ് മനസ്സിലായില്ലേ, മനുഷ്യൻ ഇങ്ങനെയൊക്കെ വരക്കൂലേ, ആ സാധനത്തെ കുറിച്ചൊക്കെ അത് അതേപോലെ എഴുതിയാൽ മതി. ഞാൻ അടുത്ത് നോക്കിയും എന്താ അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ, elucidate the role of national integration in overcoming the challenges faced by pluralism in Indian society അല്ലേ. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിന് ദേശീയോദ്ഗ്രഥനം വഹിക്കുന്ന പങ്ക്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തേണ്ട അറിയോ, നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തുക. നമുക്കറിയാം, ഇന്ത്യ ഇസ് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ വ്യത്യസ്തതകൾ നിറഞ്ഞ രാജ്യമാണ്. വി ക്യാൻ സീ ഡിഫറെന്റ് റീജിയൻ, കാസ്റ്റ് അല്ലേ, ആർട്ട്, പല രീതി കൊണ്ടും ഭാഷകൾ കൊണ്ടൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യമാണ്. അവരെല്ലാവരും ഒന്നിപ്പിക്കണം. ആ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ദേശീയോദ്ഗ്രഥനം. അതുണ്ടാകുമ്പോൾ അവിടെ ബഹുസ്വരത ഉണ്ടാവും അല്ലെ. ഇന്ന് നമ്മുടെ നാട്ടിൽ ബഹുസ്വരത അല്ല, അതിനൊരുപാട് വെല്ലുവിളി ഉണ്ടാവുകയാണ്. ആളുകളൊന്നും ഒരുമിച്ച് ജീവിക്കണില്ല. മതം പറഞ്ഞും കമ്മ്യൂണലിസം, വർഗീയത പറഞ്ഞൊക്കെ പരസ്പരം വേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ ഇന്റഗ്രേഷൻ വന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിക്കാൻ കഴിയുന്ന പറയണത്. തട്ടി വിടറാ, ഇത്രേ പറയാനുള്ളൂ, അടിച്ച് പൊളിക്കടാ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്താ സാറേ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. യെസ്. സൈക്ലിക്കൽ വെലോസിറ്റി ഓഫ് മണി സൈക്ലിക്കൽ വെലോസിറ്റി ഓഫ് മണി അഫക്ട് എക്കണോമിക് ഗ്രോത്ത്. അതായത് ചാക്രിക പ്രവേഗം, പണത്തിന്റെ ചാക്രിക പ്രവേഗം
സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഇങ്ങനെ അതെ അതെ, അതായത് പണം ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കണം അല്ലെ, എപ്പോഴും മൂവ് ചെയ്തോണ്ടിരിക്കണം. പണത്തിന് മൂവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ സമ്പദ് വ്യവസ്ഥ വളരെയുള്ളൂ. ഒന്നുമില്ല, ഞാൻ എന്റെ ആകെ ഇന്ത്യ രാജ്യത്ത് തോനെ പൈസ എന്റെ അടുത്തുള്ളൂ. ഞാനത് ആർക്ക് കൊടുക്കാതെ വീട്ടിലെ വെച്ചിട്ട് കാര്യമില്ല. അല്ല, നേരെ മറിച്ച് ഞാൻ 10 ആൾക്കാരെ പണിയെടുപ്പിക്കാൻ വിളിച്ചാൽ ഓൽക്കൊക്കെ കൂലി കൊടുക്കും. ഓല അത് മറ്റുള്ള ആ കൂലി വാങ്ങിയിട്ട് കാരണം വീട്ടില് കുട്ടികൾക്ക് സ്കൂളത്തെ ഫീസ് കൊടുക്കുക, ബസ്സിന് ഫീസ് കൊടുക്കുക, ഓട്ടോ ക്യാഷ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങുക. അപ്പൊ അവിടെ ഓട്ടോക്കാരന്റെ കയ്യിൽ പൈസ എത്തി, ബസ്സുകാരന്റെ കയ്യിലെത്തി, മാർക്കറ്റിന്റെ കയ്യിൽ പൈസ എത്തി, സ്കൂളിലെ ടീച്ചറുടെ കയ്യിൽ പൈസ എത്തി, ഗവൺമെന്റ് കയ്യിൽ ടാക്സ് എത്തി, നാട് ഉഷാറാവും. അത്രേ ഉള്ളൂ. അതായത് ഒരു മണി അത്ര സമയത്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുള്ള അളവിനെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് മണി എന്നൊക്കെ നമ്മൾ പറയാം. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ സാറേ, എന്തോ നോക്കണം കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. വൈൽ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ uphold democratic values, what kind of impact does communalism as a social service create in society? ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുമ്പോഴും വർഗീയത പോലുള്ള സാമൂഹിക വിപത്തുകൾ സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക വേണ്ട. അവസാനത്തെ വേർഡ് എന്ത്? വാട്ട് കൈൻഡ് ഓഫ് ഇമ്പാക്ട് ഡസ് കമ്മ്യൂണലിസം ആസ് എ സോഷ്യൽ ലെവൽസ് ക്രിയേറ്റ് ഇൻ സൊസൈറ്റി? അല്ലെ, നമ്മുടെ സമൂഹത്തിലെ വർഗീയതകള് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വർഗീയത എന്ന് പറഞ്ഞ മതത്തിന്റെ ബേസ് ചെയ്തിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, ഭിന്നിപ്പിക്കുക, എന്നിട്ട് ജനങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? അടിപിടിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഐക്യം, യൂണിറ്റി ഉണ്ടാവില്ല, അതേപോലെ ഡിഗ്നിറ്റി, അന്തസ് ഉണ്ടാവില്ല, ആ നാടിനെ മഹത്വം തന്നെ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനിയിപ്പോ എങ്ങനെ പെരുമാറിയാലും നാട്ടുകാർ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ നാടില്ലാതാവും എന്നാണ് പറയുന്നത്, അല്ലേ? യെസ്, നോക്കി അനലൈസ് ഹൗ എൻവിറോൺമെന്റൽ മൂവ്മെന്റ് റിഫ്ലക്ട് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ അൺസയന്റിഫിക് ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യനാ. അശാസ്ത്രീയമായ വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള സംഘർഷം പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് വിശകലനം ചെയ്യുക. അതേ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എഴുതി കൊടുത്താൽ മതി. ഇപ്പൊ ചിപ്കോ മൂവ്മെന്റ്, നിർഭയ മൂവ്മെന്റ്, പരിസ്ഥിതി പ്രസ്ഥാനം എഴുതി കൊടുക്കുക, പറയണ്ട. 3 എന്ത് ചെയ്യുക? എഴുതുക. 3 സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി. ഇത് ആ പേരായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പോലും ചെയ്യുന്ന പ്രവർത്തികൾ ടു പ്രൊട്ടക്ട് ദ നേച്ചർ, അങ്ങനത്തെ ഉണ്ടല്ലോ, പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മക്കൾക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്. ഞാൻ അടുത്ത് നോക്കി, വാട്ട് ആർ ദ ഇനിഷ്യേറ്റീവ് implemented to attain food self-sufficiency in independent India? Why are they called revolution? സ്വതന്ത്ര ഇന്ത്യയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടപ്പാക്കിയ പദ്ധതികൾ ഏതെല്ലാം? ഇവയെ വിപ്ലവങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താ? പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാവണേ നമ്മൾ വിളിക്കണ പേരാണ് റവല്യൂഷൻ. പെട്ടെന്ന് മാറ്റം. ഇപ്പൊ AD സാർ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിച്ചില്ല, ലോക പൊട്ടൻ, പക്ഷെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി. നാട്ടുകാർ പറയാ വാട്ട് എ റവല്യൂഷൻ, എന്തൊരു മാറ്റമാണ് കുട്ടികൾ. യെസ്, അതാണ് റവല്യൂഷൻ. കിട്ടിയോ? ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചു മുടിച്ച ഒരു ഫുഡ് കിട്ടാത്ത നാട്ടിൽ നമ്മുടെ നാട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഫുൾ അതെ, ഫുഡ് സെൽഫ് സഫിഷ്യൻസി ഉണ്ടാവണം, അല്ലെ? അതുണ്ടാവണം. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടാവണം. അതിനാണ് നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള ധാതു മേഖലയിലൊക്കെ ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ട്, ധാന്യ മേഖലകളിലൊക്കെ, അഗ്രികൾച്ചർ സെക്ടറിൽ. അത് ഏതൊക്കെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് അറിയോ? നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, മിൽക്ക് റവല്യൂഷൻ, ധവള വിപ്ലവം, ബ്ലൂ റവല്യൂഷൻ, മത്സ്യ വിപ്ലവം, അല്ലെ? അതൊക്കെ എഴുതാൻ പറ്റും. ജസ്റ്റ് അത് എന്ത് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അടുത്ത ഗെയിം, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ഇൻ ഫിക്സിംഗ് ഇൻട്രസ്റ്റ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോർ വേരിയസ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റുകളില്ലേ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞു, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞു. അത് പലതരത്തിലുള്ള നിക്ഷേപം സ്വീകരിക്കുന്നു. FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, അതിന് നല്ല പലിശ കിട്ടും. അതേസമയത്ത് സേവിങ്സ് നമ്മുടെ വളരെ കുറഞ്ഞ രീതിയിൽ കിട്ടും. നമുക്കൊക്കെ അധികം ഉണ്ടാകുന്ന സേവിങ്സ് ആണ്. ഇനി അതല്ല, കറണ്ട് നിക്ഷേപങ്ങളുണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ബിസിനസ്സുകാർക്കൊക്കെ വേണ്ടിയിട്ട് അതിന് പലിശ കിട്ടിയല്ല, പക്ഷെ വേഗത്തിൽ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെയുള്ള ഓരോ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതിനെന്താണ് പലിശ? സേവിങ്സിനേക്കാളും കുറച്ചുകൂടി എന്ത് ചെയ്യും? റിക്കറിങ്ങിനൊക്കെ പലിശ കിട്ടും. ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം. അടുത്ത പോരട്ടെ, 4 മാർക്കിന്റെ. Yes, it was the interest of the middle class. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. 4 or more sentences എന്ന് പറഞ്ഞത് 4 അതിൽ 3 4 മാത്രം ഒതുക്കണ്ട, 5 സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും. It was the interest of the middle class that reflected in the reforms of Napoleon substantiated the statement. അല്ലെ, മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളായിരുന്നു നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ പ്രതിഫലിച്ചത്. പ്രസ്ഥാന കാര്യമൊക്കെയാണ്. നെപ്പോളിയൻ ഒരു സത്യമാനായ നായിയാണെങ്കിലും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഫ്രാൻസ്, അല്ലെ? ഫ്രാൻസിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ബാങ്ക്, നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ മാറ്റിയിട്ട്
നല്ലൊരു അടിപൊളി ഡയറക്ടറൊക്കെ വന്ന ഭരണഘടനയൊക്കെ മാറ്റിയിട്ട് അതിൽ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, നെപ്പോളിയൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നെപ്പോളിയൻ്റെ റിഫോംസ് എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. സിമ്പിളായിട്ടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. കിട്ടിയോ? അടുത്ത് നോക്കി, why did the first and the second estate existed in the French society supported the despotic regime in France? Explain. ഫ്രാൻസിൽ നിന്നിരുന്ന ഏകാധിപത്യ ഭരണത്തെ സമൂഹത്തിൽ 1-2 എസ്റ്റേറ്റുകൾ എന്തുകൊണ്ട് അനുകൂലിച്ചു? ചിലപ്പോൾ എങ്ങനെ ചോദിക്കും, മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ എന്തുകൊണ്ട് എതിർത്തു, 1-2 അനുകൂലിച്ചപ്പോൾ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക അല്ലെ, രാജാവിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഫ്രണ്ട്സാണ് ആരൊക്കെ, 1-2 എസ്റ്റേറ്റുകാർ. കാരണം അവർക്ക് ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ 1-2 എസ്റ്റേറ്റുകാരുടെ ജീവിത രീതി എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. രാജാവ് എല്ലാ കാര്യത്തും അവയുടെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അവരെ അല്ലേ. ആ കാര്യങ്ങൾ എഴുതി എന്ത് ചെയ്യാൻ പറ്റും, മക്കൾക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് പറയാൻ പറ്റും. സാറേ, ഭൂപടത്തിൽ രേഖപ്പെടുത്താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണം മരുഭൂമി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ അല്ലെ, ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ദ ക്ലൈമാറ്റിക് റീജിയൻ ഫൗണ്ട് അലോങ് കോസ്റ്റ് ദ മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായി കാണപ്പെടുന്ന കാലാവസ്ഥ മേഖല മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായി മെഡിറ്ററേനിയൻ റീജിയൻ തന്നെയാണ്. ഏഷ്യയിലെ മിതോഷ്ണ പുൽമേട്, സ്തൂപിക ഹരിതവൃക്ഷങ്ങൾ ധാരാളമായി കാലാവസ്ഥ മേഖല ടൈഗ. ഇതെന്ത് ചെയ്താൽ മതി, ഇതുപോലെ അടയാളപ്പെടുത്തുക. അതായത് ഹോട്ട് ഡെസേർട്ട് ആണ്, ഏറ്റവും വലുതാണ് സഹാറ. മെഡിറ്ററേനിയൻ കടലിലെ ചുറ്റും കാണുന്ന സ്ഥലമാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇനി അതന്നെ സ്റ്റെപ്പിനെ കുറിച്ചുള്ള എന്താണ്, ഇതാ ഏഷ്യയിലെ മിതോഷ്ണ പുൽമേടാണ് അല്ലെ. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് ഇനി ഏഷ്യ. പിന്നെ ലാസ്റ്റ് സ്തൂപിക വൃക്ഷങ്ങൾ, അതായത് കോണിഫറൻസ് മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം ടൈഗ റീജിയൻ ആണ്. അതെന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് മക്കൾക്ക് എഴുതാൻ പറ്റും. ആസൂത്രണ കമ്മീഷനും പ്ലാനിംഗ് കമ്മീഷനാണ് ആദ്യം വന്നത് അല്ലെ. അത് പ്ലാനിംഗ് കമ്മീഷൻ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു നീതി ആയോഗ്. പക്ഷെ രണ്ടിന്റെ ലക്ഷ്യം എന്ത് തന്നെയാണ്, നമ്മളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ ഇത് രണ്ടും കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. എന്താണ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ അത്രയും തകർന്ന് ഇങ്ങനെ തരിപ്പണായി കിടക്കുകയായിരുന്നു. അവിടെ നമുക്കൊരു ഡെവലപ്മെന്റ് വേണമായിരുന്നു, നല്ലൊരു പെട്ടെന്നൊരു ഡെവലപ്മെന്റ് വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസൂത്രണ പേര് മാറ്റി, വേറൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. ചെറിയ ആൾക്കാരെ മാറ്റി, ഓൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ സാമ്പത്തികമായിട്ട് എന്ത് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടോ 5 വർഷത്തേക്ക് ഇങ്ങനെ ഓരോ പ്ലാൻ അവർ ഉണ്ടാക്കി വെക്കും. ഇനി എന്താ, വിജ്ഞാന സമ്പത്ത് വാർഷിക കേരളത്തിൽ രൂപ സമിതി ചെയ്ത് അതിന്റെ പ്രവർത്തനം വിശദമാക്കുക. വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നോളജ്, അതായത് നോളജ് എക്കണോമി എന്നാ പറയാ അല്ലെ. അറിവ്, അതായത് അറിവും സാങ്കേതികതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അധികം നിങ്ങൾക്ക് KDISCO സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. KDISCO ഒക്കെ, അതായത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേറ്റീവ് സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന് പറയുന്ന KDISCO ഒക്കെ അതിന്റെ ഉദാഹരണമാണ്, അതിന്റെ കമ്മീഷനായിട്ട് വരുന്ന സാധനമാണ്. ഇതൊക്കെ എന്ത് ചെയ്ത് കേരളത്തിൽ കുറെ കൂടി വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ ഉയർത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്തു, സിമ്പിൾ ആയിട്ട് കിട്ടി. നോക്കി, ടുഡേ ട്രാപ്സ് സച്ച് ആസ് ഫേക്ക് ന്യൂസ്. ഇന്ന് കുറെ ട്രാപ്പുകൾ, കെണികളിൽ പെടുന്നുണ്ട്, തെറ്റായ വാർത്തകളിലൂടെയൊക്കെ അല്ലെ. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രോഡ് അല്ലെ, സാമ്പത്തിക തട്ടിപ്പുകളുണ്ട്, പ്രൈവസി വയലേഷൻ, സ്വകാര്യതകൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് സൈബർ ക്രൈംസുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് മീഡിയ ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ഇൻ മേക്കിംഗ് ഡിജിറ്റൽ സ്പേസ് സേഫ് അല്ലേ. ഇന്ന് ഡിജിറ്റൽ ഇടങ്ങളിൽ വ്യാജ വാർത്തകൾ, സാമ്പത്തിക തട്ടിപ്പ്, അതേപോലെ സ്വകാര്യതാ ലംഘനം തുടങ്ങിയ നിരവധി ചതിക്കുഴികൾ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ ലിറ്ററസിയും അതായത് ഡിജിറ്റൽ സാക്ഷരതയും മാധ്യമ സാക്ഷരതയും വഹിക്കുന്ന പങ്കെന്താണ്, ജസ്റ്റ് വാട്ട് ഈസ് ഡിജിറ്റൽ ലിറ്ററസി, വാട്ട് ഈസ് മീഡിയ ലിറ്ററസി എന്ന് എഴുതി കൊടുക്കുക. അത്ര മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ ചെയ്താൽ മതി. വേറെ ഒന്നും എന്ത് ചെയ്യണ്ട, എഴുതണ്ട. ഡിജിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന വാർത്തകളൊക്കെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ ശരിയും തെറ്റൊക്കെ വേർതിരിക്കാൻ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടോ, അതാണ് എന്ത് ഡിജിറ്റൽ സാക്ഷരത. ഇനി നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അതേപോലെ വിശ്വസിക്കാതെ കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് കണ്ട് അത് ട്രൂത്ത് ആണോ അതോ ഫാൾസ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്നവരാണ് മാധ്യമ സാക്ഷരത. ഇതൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ്. കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയോ? അടുത്ത് നോക്കി, ദ ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ് വാസ് ദ റിസൾട്ട് ഓഫ് ദ ബ്രിട്ടീഷ് എഫേർട്ട് ടു സപ്രസ് ദ ഫ്രീഡം മൂവ്മെന്റ് ദാറ്റ് വാസ് ഗാദറിംഗ് മൊമെന്റം ഇൻ ഇന്ത്യ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനുള്ള ബ്രിട്ടീഷ് ശ്രമത്തിന്റെ ഫലമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്താണ് 1990 മറ്റേ റൗലറ്റ് ആക്ട് ഉണ്ടല്ലോ, അതിനെതിരെ പഞ്ചാബിൽ നടന്ന സമരമാണ് എന്ത് സത്യത്തിൽ റൗലറ്റ് വിരുദ്ധ ഹർത്താൽ ഉണ്ടായിരുന്നു. അതിൽ രണ്ടാളെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. സൈഫുദ്ദീനും സത്യപോലെ 2 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അതിനെതിരെ എന്ത് നടന്നുള്ള ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ അത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നത് തന്നെയാണ്. റൗലറ്റ് ആക്ടിനെതിരെ നടന്നാണെന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മക്കളൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളി. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ടൈപ്പ് ഓഫ് വെതറിംഗ് ആർ കോസ്ഡ് ബൈ ഈച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടേഴ്സ് അല്ലേ? അതായത് ചൂട് നൽകിയിട്ടുള്ള ഘടകങ്ങൾ ശിലകളുടെ ഏതൊക്കെ തരത്തിലുള്ള അപക്ഷയങ്ങൾക്കാണ് കാരണമാകുന്നത്? ശിലകൾ എങ്ങനെയൊക്കെയാണ് താഴ്ന്നുള്ളതാണ്. ഒന്ന് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ? അതെ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് താപം, ചൂട് കൂടുന്ന സമയത്ത് ശിലകൾ ചൂട് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതെന്താവും? ഈ പൊട്ടുന്നത് അവസ്ഥ ഉണ്ടാവും. അതാണ് ഒന്നാമത്തത്. രണ്ടാമതാണ് റൂട്ട്സ് ഓഫ് ട്രീ, മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ ശിലകൾ പൊടിയുന്നതിന് കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ വിണ്ടു കൂടെ വേര് പോകുമ്പോ ആൾ പൊന്താണ്. അപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ഫുഡിലും നിങ്ങൾക്ക് ഭക്ഷണം ചെയ്ത് തന്നിട്ട് ഭക്ഷണം വെക്കുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കിട്ടി, നിങ്ങൾ ആരെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണ മറ്റേ നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ആ ചിക്കൻ പൂഴ്ത്തി വെച്ചാലോ അവിടെ പൊന്തിക്കൂലേ? അതിന്റെ പേര് സത്യം റെഡിയാ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തിന്റെ? ഫിസിക്കൽ വെതറിംഗ് ആണ്, ഭൗതിക അപക്ഷയാണ്. റൂട്ട്സ് ഓഫ് ട്രീ എന്ന് പറയുന്ന ബയോളജിക്കൽ വെതറിംഗ് ആണ്. അതായത് നമ്മുടെ എന്താ പറയാ, ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ജൈവിക അപക്ഷയം എന്ന് പറയാം. അതെ, അതിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഇനി താഴെ നോക്കുക. ത്രൂ ദ വോൾക്കാനോസ് ആർ ഡിസ്ട്രക്റ്റീവ്, പീപ്പിൾ ലിവ് ഇൻ വോൾക്കാനോ റീജിയൻ. വൈ? അതായത് അഗ്നിപർവ്വതം വിനാശകാരികളാണ്, എന്നിട്ട് പോലും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നിപർവ്വതത്തിന്റെ അടുത്തൊക്കെ പോയി താമസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അത് അഗ്നിപർവ്വതം പൊട്ടിക്കഴിഞ്ഞിട്ട് ലാവയൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ ഈ ലാവ പൊടിഞ്ഞിട്ടൊക്കെ ഉണ്ടാകുന്ന മണ്ണ് ഭയങ്കര ഫലപുഷ്ടമാണ്, ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാണ്. അതുകൊണ്ടാണ് അഗ്നിപർവ്വത പ്രദേശ ആളുകൾ പോയി അതൊന്നാമത്തെ കാരണം. ഫെർട്ടിലിറ്റി ഒരു മുഖ്യ കാരണമാണ്. രണ്ടാമത്തത് അതിന്റെ താപമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അങ്ങനെയുള്ള കുറെ ടൂറിസം ഡെവലപ്പ് ആവുന്ന സ്ഥലമാണ്. ടൂറിസം അതിനൊരു കാരണമാണ്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാവുന്നതാണ്. അടുത്ത നോക്കിയും റിനൈസൻസ് ഷിഫ്റ്റ് ഫ്രം ദ ഡിവൈൻ ക്വസ്റ്റ്യൻ കേട്ടോ, ഡിവൈൻ സെന്റേർഡ് ഔട്ട്ലുക്ക് ടു ദ ഹ്യൂമൻ സെന്റേർഡ് ഔട്ട്ലുക്ക്. അതായത് മാനവികത എന്ന് പറഞ്ഞാൽ, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവകേന്ദ്രിതമായ കാഴ്ചപ്പാടിൽ നിന്ന് മനുഷ്യകേന്ദ്രിതമായ ഒരു കാഴ്ചപ്പാടിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ്. ശരി തന്നെയാണ്. അതിന് മുൻപ് ഫ്യൂഡലിസം ഒക്കെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത, മാനവികതയാണ് മനുഷ്യന് പ്രാധാന്യം കൊടുത്തത്. ശരിയാ. എന്നിട്ടോ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഇവാലുവേറ്റിംഗ് ദ റിനൈസൻസ് പെയിന്റിംഗ്. നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിലയിരുത്തണം. ഒന്നുമില്ല, നവോത്ഥാന കാലഘട്ടത്തിൽ ചിത്രകലയെ കുറിച്ചിട്ടുണ്ട് എഴുതുക. ആദ്യം അതിന്റെ ഫീച്ചേഴ്സ് എഴുതുക, സവിശേഷതകൾ. എന്നിട്ട് പ്രധാനപ്പെട്ട ചിത്രകാരന്മാരുണ്ട്, ജിയോ തോമസ്, സാച്ചോ, ലിയോനാർഡോ ഡാവിഞ്ചി, ഡിഷൻ, റാഫേൽ. അതേപോലെ എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി. എസ്സേ ക്വസ്റ്റ്യൻ എന്താവും? സിമ്പിളോ. അല്ലെങ്കിലോ അനലൈസ് ഹൗ വേരിയസ് സെക്ഷൻ ഓഫ് ദ പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ്. സിവിൽ നിയമം എങ്ങനെ സമരത്തിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയാണെന്നുള്ളത്. അത് നമ്മൾ ലേബേഴ്സ് ഓലെന്ത് ചെയ്തു, വർക്കേഴ്സ് നികുതി കൊടുത്തില്ല, സ്റ്റുഡൻസ് ബോയ്ക്കോട്ട് സ്കൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 6 ഘടകങ്ങൾ. വുമൻസ് ദ ബാൻഡ്, അല്ലെങ്കിൽ ദ ബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കുക അല്ലേ? ദ ബൺ ദ ഫോറിൻ ക്ലോത്ത്, വിദേശ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്ത് കത്തിച്ചു. അതൊക്കെ അവിടെ എഴുതി കൊടുത്താൽ സിമ്പിളായിട്ട് കിട്ടും. ഇതൊക്കെ ട്രിക്ക് ഉണ്ട്, ലൈവിൽ വരും പൊള്ളിച്ചടിക്കുന്നത്. ഓക്കെ ആണല്ലോ സാറേ? അടുത്ത ക്വസ്റ്റ്യൻ സാർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. മലയാളം കാണുന്നില്ലല്ലോ. ഇറ്റ് എസൻഷ്യൽ സാർക്ക് നല്ല സൗണ്ട് ഉണ്ട്. It is essential to expand the use of renewable energy resources to solve the energy crisis. Justify. അതെ, ഊർജ്ജ പ്രതിസന്ധികൾ ഉണ്ടാവും, അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിന്യൂവബിൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധിക്കുന്ന ഊർജ്ജങ്ങളുടെ ഉപയോഗം വ്യാപിക്കേണ്ട അനിവാര്യമാണ്. സാമ്പത്തിക നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് മറ്റേ ഈ പറഞ്ഞ തന്നെ പെട്രോളിയം പോലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ നോൺ റിന്യൂവബിൾ ആണ്. അതൊക്കെ തീരും. ഇവരോട് ഞാൻ പറയേണ്ട ഒരു സാധനം, അതായത് ഒരു ചെറിയൊരു ക്യാൻ എടുക്കുകയാണ് നമ്മള്. ആ ക്യാൻ നമ്മൾ ബേക്കറി സാധനം കൊണ്ടാക്കി വിചാരിച്ചോ, നമ്മളത് എടുക്കുന്ന അനുസരിച്ച് അത് തീർന്നു. അതുപോലെ തന്നെ പെട്രോളിയത്തിന്റെ അവസ്ഥ, അത് സ്റ്റോർ ചെയ്ത ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് സൺലൈറ്റ്, വിൻഡ്, അതുപോലെ തന്നെ ഈ തിരമാല കാര്യങ്ങളൊക്കെ, ബയോ എനർജി അല്ലെ, ജൈവ ഊർജ്ജം, അതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് അത് വീണ്ടും നിങ്ങൾക്ക് ഉത്പാദിപ്പിക്കാം. അടുത്തെന്താ? Name the factors given below and answer the questions that follow. In the atmosphere that lies closest to the earth. ഏതാണ് ഈ അന്തരീക്ഷം അടുത്ത് കിടക്കുന്ന പാളിയിൽ? അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ അല്ലേ? ഓക്കെ, അത് കിട്ടി. ഇനി അടുത്തൊരു കണക്കാട്ടോ ചോദിച്ചേ. എന്റെ മക്കളു കണക്കാണേ, നോക്കിയോ. ഇവിടെ ചോദിച്ചിരുന്നത് ഭൂമി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപനില ക്രമേണ കുറയുന്നു. അതായത് ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? താപനില കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? താപനില അത് നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി. വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത്, മൂന്നാറിലേക്കൊക്കെ പോകുന്ന സമയത്ത്, ഹിമാലയത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും?
ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ചെവിടൊക്കെ അടയ്ക്കുന്ന മർദ്ദം ഇത് പ്രഷറൊക്കെ കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്ത്? നോർമൽ ലാപ്സ് എന്നാണ് ഇതിനെ വിളിക്കുക അല്ലെ. ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് അതിന് പറയുക. ഈ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ലെയർ അല്ലെ, അറ്റ്മോസ്ഫിയർ ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി അതാ പറഞ്ഞത് ഇവിടെ സമുദ്രം 30 സെന്റിമീറ്റർ താപനില അനുഭവപ്പെട്ടെങ്കിൽ 2 കിലോമീറ്റർ മുകളിൽ എത്തുമ്പോൾ അന്തരീക്ഷ താപനില എത്ര? നിങ്ങൾക്കറിയാം 1.6 അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 1 കിലോമീറ്ററിന് 6.5 സംതിങ് ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ 1 കിലോമീറ്ററിന് അത് കുറഞ്ഞു വരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് 17.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് എന്ത് ചെയ്യുക, അന്തരീക്ഷ താപനില ഉണ്ടാവുക. അതെ, കുറയുക. അതായത് 1 കിലോമീറ്ററിന് 6.7 ആണ് ഉണ്ടാവുക. 1 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 6.7 എന്ത് ചെയ്യും, അത് കുറയും, ടെമ്പറേച്ചർ കുറയും. അത് വെച്ചിട്ട് അങ്ങനെ കൂട്ടി പോവുക. ഊട്ടി, മൂന്നാർ എന്നീ പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? അതാണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാ? ദൂരം ഇങ്ങനെ ഉയരം കൂടുന്നതനുസരിച്ച് അവിടെ എന്ത് ചെയ്യും, താപനില കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്, ഈ പ്രതിഭാസം കൊണ്ടാണ്. ഇതോടുകൂടി നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ബി സെറ്റ് ആക്കട്ടോ, ഉഷാറാക്കി പഠിക്കട്ടോ മക്കളെ.